لا تعذليه فإن العذل يولعه قد قلت حقا ولكن ليس يسبعه جاوزت في لومه حدا أضر به من حيث قدرت أن اللوم മനുഷ്യൻ അത്യത്ഭുതകരമായ ദൈവിക സൃഷ്ടി. ശിലായുഗത്തിൽ നിന്ന് സാംസ്കാരിക നഭസ്സിലേക്കുള്ള അവന്റെ വളർച്ചയുടെ ഗ്രാഫിന് ഇപ്പോൾ ഒരു യു ടേൺ സംഭവിക്കുന്നില്ലേ? 5Gയുടെ കാലവേഗതയിലേക്ക് അനുദിനം മാറുന്ന ഡിജിറ്റൽ വിപ്ലവത്തിന് അതേ വേഗതയിൽ തിന്മയുടെ ഇടനാഴിയിലേക്കും നാം അറിയാതെ എത്തുന്നില്ലേ? ഈ കുത്തൊഴുക്കിൽ നാം അരാജകത്വത്തിൽ ലയിക്കണമോ? അരുതായ്മകളോട് നോ പറയേണ്ടതില്ലേ നമുക്ക്? തിന്മയുടെ ഘനാന്ധകാരം കണ്ടില്ലെന്ന് നടിച്ച് എത്ര ദൂരം നമുക്ക് സഞ്ചരിക്കാനാവും? ആത്മീയ മേഖല തൊട്ട് സ്വകാര്യ ഇടങ്ങൾ വരെ തിന്മയുടെ ലാഞ്ചനയോടുപോലും രാജിയാവുകയല്ല നമ്മുടെ ദൗത്യം. നന്മയുടെ വഴികൾ ഉണർത്തലാണ് നമ്മുടെ ദൗത്യം. പ്രശ്നസങ്കീർണമാണ് നമ്മുടെ ജീവിത പരിസരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദാഹജലം പോലെ ആത്മീയത അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആധുനിക സമൂഹം. ഏതൊരു വസ്തുവിനും ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അവിടെ ചൂഷണം കടന്നുവരിക എന്നത് സ്വാഭാവികമാണ്. ഇന്ന് ആത്മീയ രംഗത്തും വമ്പിച്ച ചൂഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനം അന്വേഷിച്ചു കൊണ്ടുവരുന്ന സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് ആൾദൈവങ്ങളാണ് കാത്തിരിക്കുന്നത് എങ്കിൽ മറുഭാഗത്ത് സമുദായത്തിന് അകത്ത് മക്ബറകളും ജാറങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപക്ക് അത് ലേലം ചെയ്തുകൊണ്ട് വലിയ ഒരു ചൂഷണമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ ചെയ്യുന്ന ശിർക്കുകളെയും ബിദ്അത്തുകളെയും വെള്ളപൂശുന്നതിനു വേണ്ടി ആൾക്കൂട്ടങ്ങളെ വിളിച്ചുവരുത്തി അതിൻ്റെ മായിക വലയത്തിൽ സമൂഹത്തെ കെട്ടിയിടുകയും ശിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും സമൂഹത്തെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ടു ടെക്സ്റ്റ് എന്നത് അപകടമായിക്കൊണ്ട് ചിത്രീകരിക്കുന്നു. മുസ്ലിം സമൂഹം വ്യത്യസ്ത കക്ഷികളായി തിരിയുമ്പോൾ അവിടെ പരിഹാരമെന്നുള്ളത് പ്രമാണങ്ങളിലേക്ക് മടങ്ങലാണ്. ഇസ്ലാമിക പ്രമാണങ്ങളെ മുസ്ലിം വേദികളിൽ നിന്നു തന്നെ തള്ളിക്കളയുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സംരക്ഷിക്കുന്നതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാനായ ഇമാം ബുഖാരി റഹിമഹുള്ളയെപ്പോലും പരിഹസിക്കുന്ന ആക്ഷേപിക്കുന്ന സ്വരങ്ങളുണ്ടാകുന്നു. പ്രമാണങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയ രൂപത്തിലല്ല, മറിച്ച് ഇന്ന് ജീവിക്കുന്ന ചില ആളുകളുടെ കേവല ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുപോലും ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു. സ്വതന്ത്രവാദം ഇന്ന് പുതിയ രൂപത്തിലാണ് സമുദായത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത്. പണ്ട് നിരീശ്വരവാദികൾ നേർക്കുനേരെയായിരുന്നു അവരുടെ ആശയം പ്രചരിപ്പിച്ചിരുന്നത് എങ്കിൽ ഇന്ന് പുതിയ ന്യൂ ജനറേഷന് താൽപ്പര്യമുള്ള അവരുടെ ഇച്ഛകൾ യഥേഷ്ടം അഴിച്ചുവിടാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വളരെ ബോധപൂർവം ഒരുക്കിക്കൊണ്ടുവരികയും അങ്ങനെ അവരതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിന് ഞങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് പോകാൻ തടസ്സം മതമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ മതത്തെ അവർ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിന് പ്രത്യേകമായ അജണ്ട വെച്ചുകൊണ്ട് തന്നെയുള്ള പ്രത്യേക ഇൻ്റർവ്യൂകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ ചാനൽ ചർച്ചകൾ അതിനുവേണ്ടി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥിരം പാനലിസ്റ്റുകൾ അതിന് ഒരുങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആങ്കർമാരും അതിനോടൊപ്പം തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ സിസ്റ്റം തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് ഇന്ന് കാട്ടുതീ പോലെ ലിബറലിസം വ്യാപിക്കാനുള്ള കാരണം. നമുക്കറിയാം, ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തെ പാഠ്യപദ്ധതിയിലേക്ക് വരെ ഒളിച്ചു കടത്തുന്ന സാഹചര്യം ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നു. എന്തിനധികം സംസ്ഥാന കലോത്സവങ്ങളിൽ വരെ പരിശോധിച്ചാൽ അതിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ, പരിപാടികൾ, അതിൻ്റെയൊക്കെ ഉള്ളടക്കം, പലതിൻ്റെയും ഉള്ളടക്കം ഈ ലിബറൽ മാനസികാവസ്ഥയിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക്, മതയുക്തിവാദങ്ങളിലേക്ക് സമുദായത്തിലെ ആളുകളെ കൊണ്ടുവരാൻ, പുതിയ ജനറേഷനെ കൊണ്ടുവരാനുള്ള ബോധപൂർവമായ അജണ്ടയാണ് ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ന്യൂ ജനറേഷൻ എത്തി നിൽക്കുന്ന ചില കാര്യങ്ങളെ നാം കാണാതെ പോയിക്കൂടാ. ഓരോ ദിനവും ഓരോ നിമിഷവും സ്ക്രീൻ ലൈറ്റിന് മുന്നിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന നവനാസ്തികതയുടെയും നിരീശ്വരവാദത്തിൻ്റെയും ഒക്കെ ക്യാമ്പയിനുകൾ, ആ ക്യാമ്പയിനുകളിൽ മുഴുവൻ
മതത്തെ വികൃതമായി അവതരിപ്പിക്കപ്പെടുകയും മതമെന്നാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവരുടെ ആശയമാണെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നിടത്താണ് ചില ഉസ്താദുമാർ തള്ളുകഥകളും കള്ളക്കറാമത്തിൻ്റെ വാർത്തകളുമായി സമൂഹത്തിലേക്ക് വരുന്നത്. ഈ തള്ളുകഥകളും കള്ളക്കറാമത്തിൻ്റെ വാർത്തകളും വിലായത്തിൻ്റെയും കറാമത്തിൻ്റെയും പേരിൽ വിശദീകരിക്കപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പുതിയ തലമുറ എത്തുന്നത് നവനാസ്തികതയിലേക്കും നിരീശ്വരവാദത്തിലേക്കുമാണെന്നത് നാം കാണാതെ പോകരുത്. നരി വരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ് സിംഹത്തിന്റെ കൂട്ടിലേക്ക് ആളുകളെ തെളിച്ചു കയറ്റുന്നതുപോലെ ഫാസിസത്തെ ചൂണ്ടിക്കാണിച്ച് ലിബറലിസത്തിലേക്ക് ഒന്നിച്ച് സമുദായ മക്കളെ എടുത്തെറിയുന്ന ഒരു സാഹചര്യം ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്നു. ജീവിത പരിസരത്ത് രൂപപ്പെടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നതിന് വളരെ കൃത്യമായൊരു ഇസ്ലാമിക പരിപ്രേക്ഷ്യമുണ്ട്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വചനങ്ങളിൽ നിന്നും വരികളിൽ നിന്നും അതിൻ്റെ പരിഹാരങ്ങളെ കണ്ടെത്തുകയാണ് വേണ്ടത്. ഇതില്ലാതെ പോകുമ്പോൾ നമുക്ക് ചുറ്റും ഫാസിസം ഒരുക്കുന്ന വലകളിൽ നാം പോയി വീഴുകയും നമ്മെ വരിഞ്ഞു മുറുക്കാനുള്ള അവരുടെ പദ്ധതികളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നിടത്ത് നാം തന്നെ വിഭിന്ന ശബ്ദങ്ങളായി വിഭിന്ന രീതികളായി മാറുകയും ചെയ്യുന്നു. അവസാനം അവിവേകത്തിൻ്റെ വഴി വിവേകത്തിൻ്റെ വഴിയോട് സംവദിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തുന്നു. മതനിരപേക്ഷതയുടെ വഴിയിൽ സഞ്ചരിക്കുന്നവർ ഏകകണ്ഠമായി ചിന്തിച്ച് ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടുന്ന സാഹചര്യം തീർച്ചയായും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സിന്തറ്റിക് ലഹരിയുടെയും MDMAയുടെയും അപകടങ്ങളെക്കുറിച്ച് ഓരോ ദിവസത്തെ പത്രങ്ങളും വാർത്തകളും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നിയമസഭയിൽ പോലും മണിക്കൂറുകൾ നീണ്ട ചർച്ചകളിൽ പ്രയാസങ്ങൾ പറയുക, അപകടങ്ങൾ പറയുക എന്നതിനപ്പുറത്ത് പരിഹാരങ്ങൾ കാണപ്പെടാതെ പോകുന്നു. നമ്മുടെ പിഞ്ചു മക്കളുടെ കൈകളിലേക്ക് പോലും ലഹരി എന്ന മരണപ്പൊതികളെത്തുന്നു. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ 27% എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കോർഡിനേഷനെ, അതിൻ്റെ സംഘടിതമായ ശക്തിയെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പല രീതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മുസ്ലിം സമുദായം കൃത്യമായി ബോധവാന്മാരാകേണ്ട ഘട്ടങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. കുടുംബ കോടതികളുടെ വരാന്തകളിൽ വേർപിരിയലിൻ്റെ അപേക്ഷകൾ നൽകി കാത്തുനിൽക്കുന്ന മനുഷ്യരുടെ എണ്ണം, മരണക്കൊമ്പുകളിൽ തൂങ്ങിയാടുന്ന മനുഷ്യരുടെ മൃതശരീരങ്ങളുടെ എണ്ണം, പ്രണയക്കൊലകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിൻ്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ, വൃദ്ധസദനങ്ങളിൽ അടക്കപ്പെടുന്ന മാതാപിതാക്കളുടെ തേങ്ങലുകൾ, ഇതൊന്നും കാണാതെ എല്ലാം അവഗണിച്ച് നമുക്ക് ഇനിയും മുന്നോട്ടു പോകാൻ കഴിയുമോ? പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. പഴയ ചോദ്യങ്ങളോടും പുതിയ വെല്ലുവിളികളോടും ധീരമായി സംവദിച്ചുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക ഘടകങ്ങളും ധീരമായി ഇന്ന് പ്രബോധന രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും മുറുകെ പിടിച്ചുകൊണ്ട് അത് മൂലധനമായി സ്വീകരിച്ചുകൊണ്ടാണ് ഈ കൂട്ടായ്മ ഇന്ന് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രബോധന രംഗത്ത് സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധിതരെ വളർത്തിക്കൊണ്ടുവരുന്ന ജാമിയ അൽ ഹിന്ദ് ഇന്ന് തല ഉയർത്തി നിൽക്കുന്നു. ഇതിൻ്റെ മുഖപത്രമായ നേർപ്പദം ആധുനികമായ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് അതിൻ്റെ നേർവഴി സമൂഹത്തിന് കാണിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ കേൾക്കാത്ത മലയാളികൾ ഇന്ന് കുറവാണ്. നവനാസ്തികരുടെ വാദങ്ങളും കോലാഹലങ്ങളും കേട്ട് ഐ ആം ആൻ എക്സ് മുസ്ലിം എന്ന് നൂറുകണക്കിന് വ്യക്തികൾ അവരുടെ മനസ്സിൽ പറഞ്ഞപ്പോൾ, ചിലരൊക്കെ അവരുടെ ടൈം ലൈനുകളിൽ അത് രേഖപ്പെടുത്തിയപ്പോൾ, ഡയലോഗ് എന്ന പ്രോഗ്രാം സീരീസ് വഴി കേരളത്തിലെ മുസ്ലിം ജന മനസ്സാക്ഷിയെയും പൊതുജനത്തെയും നവനാസ്തികതയുടെ അപകടങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ടു വന്നു. പ്രൊഫഷണൽ സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ധാർമ്മിക ബോധവൽക്കരണങ്ങൾ നൽകിക്കൊണ്ടുള്ള ശക്തമായ യാത്ര തുടരുകയാണ്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ധാർമ്മിക പരിരക്ഷയുടെ തുരുത്തൊരുക്കി പ്രൊഫ്കോൺ അതിൻ്റെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ, പദ്ധതികളിലൂടെ, സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ, വിദ്യാഭ്യാസ സംരംഭങ്ങളിലൂടെ ഈ സംഘം അതിൻ്റെ യാത്ര അതിശീഘ്രം തുടരുകയാണ്. ധാർമ്മികതയാണ് പരിഹാരം എന്ന കാലിക പ്രസക്തമായ പ്രമേയം മുൻനിർത്തിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 6 മാസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ശാഖാതലങ്ങളിൽ ഫാമിലി മീറ്റുകളും മണ്ഡലം തലത്തിൽ സോണൽ കോൺഫറൻസുകളും
ജില്ലാതലത്തിൽ പ്രതിനിധി സമ്മേളനങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ മലപ്പുറത്തുനിന്ന് തുടങ്ങി അവസാനം കൊല്ലത്ത് സമാപിച്ച 10 ആദർശ സമ്മേളനങ്ങളും മണ്ഡലം കേന്ദ്രങ്ങളിൽ നടന്ന വൈജ്ഞാനിക സമ്മേളനങ്ങളും ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന വനിതാ സമ്മേളനങ്ങളുമായി നമ്മുടെ പ്രബോധന രംഗം സജീവമായി മുന്നോട്ട് കുതിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇനിയും ഈ രംഗത്ത് അതിശക്തമായ മുന്നേറ്റങ്ങൾക്കാണ് നാം സാക്ഷികളാകാൻ പോകുന്നത്. ഇൻഷാ അല്ലാ. തുടർച്ചകൾക്ക് കരുത്തേകി ഇതാ ഒരു ചരിത്ര മുഹൂർത്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മലയാളക്കരയുടെ സമകാലീന സംഭവവികാസങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വളരെ വ്യക്തമായി ഈ സാമൂഹിക തിന്മകൾക്കെതിരെയും സാംസ്കാരിക ച്യുതികൾക്ക് നേരെയും ഒരു ശക്തമായ മുന്നേറ്റം നടക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടാതിരിക്കില്ല. ഈ ഒരു സാഹചര്യങ്ങളെ ധാർമ്മികമായ മുന്നേറ്റം കൊണ്ട് പ്രതിരോധിക്കുകയും സമൂഹത്തിന് ദിശാബോധം നൽകുകയും ചെയ്യുന്നതിന് വേണ്ടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ 2023 ഫെബ്രുവരി മാസം 12-ാം തീയതി വൈകുന്നേരം 4:15 കോഴിക്കോട് കടപ്പുറത്ത് മാനവരക്ഷയ്ക്ക് ദൈവീക ദർശനം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് കോൺഫറൻസ് നടക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. ആബാലവൃദ്ധം ജനങ്ങളെയും ഈ സമ്മേളന വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കുടുംബസമേതം ഈ സമ്മേളനത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കടന്നു വരണമെന്ന് ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. യുവജനങ്ങളും വിദ്യാർത്ഥികളും മുതിർന്ന പൗരന്മാരും സ്ത്രീകളും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിലകൊള്ളുന്നവരും ഈ മഹാസമ്മേളനത്തെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണുള്ളത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യുഗാന്തരങ്ങളിൽ പരിവർത്തനത്തിന്റെ പരിഹാരത്തിന്റെ പ്രതിധ്വനി മുഴക്കിയ മാനവരക്ഷയുടെ മന്ത്രം ലാ ഇലാഹ ഇല്ലല്ലാ. ഫിർഔനിന്റെ അധികാരഹുങ്കിലും നമ്രൂദിന്റെ അഗ്നിജ്വാലകളിലും സ്വേച്ഛാധിപതികളുടെ ധിക്കാര ചത്തുരങ്ങളിലും സധൈര്യം പ്രഖ്യാപിക്കപ്പെട്ട മന്ത്രം ലാ ഇലാഹ ഇല്ലല്ലാ. ഖുറൈശി പ്രമാണി സഭകളോട്, ദുർവാദക്കാരായ ജനപഥങ്ങളോട് ആദർശധീരരും സാത്വികരും മുഴക്കിയ നേരിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ആദർശ സത്യം അജയ്യമാകുന്നതിന് മലയാളക്കരയുടെ നന്മയുടെ വിഹായസ്സിനായി ഇനിയും നമുക്ക് സഞ്ചരിക്കാനുണ്ട്. പുതിയ പ്രതീക്ഷയുടെയും പുനരർപ്പണത്തിന്റെയും പുലരിക്കായി ചരിത്രസ്മൃതികൾ അലയടിക്കുന്ന കോഴിക്കോട് കടപ്പുറത്ത് നമുക്ക് സംഗമിക്കാം. ഇൻഷാ അല്ലാഹ്. فما الذي بقضاء الله نصنعه فما الذي بقضاء الله نصنعه